ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഈ 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അയ്യോ, എനിക്ക് എന്തൊരു സന്തോഷം. ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ. യേശു ഈ 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം. അയ്യോ, എന്തൊരു സന്തോഷം. ഇവരെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്ന് രാത്രി 9:10 ജീവിക്കുന്ന ദൈവം അല്ലേ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. സത്യമായിട്ടും ഭിത്തിയിലിരിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ഇപ്പോഴും ജീവിക്കുന്നവരെ ആരെങ്കിലും ഭിത്തിയെ കയറ്റുമോ? അയ്യോ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ യോഗം കഴിഞ്ഞ് പോകുമ്പം നിങ്ങളുടെ മക്കൾ കെട്ടിയവൻ്റെ പടം എടുത്ത് ഭിത്തിയാൽ ആണി അടിച്ച് വെച്ച് മാലയിട്ട് തിരിയും കത്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ മക്കളെ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെ കേട്ടുണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? ആന്നോ? ചങ്ക് പടയ്ക്കും. ജീവനോടിരിക്കുന്ന എൻ്റെ അപ്പനെ എടുത്ത് ഭിത്തിയെ വെച്ചോടാ എന്ന് ചോദിക്കും. എൻ്റെ യേശു ജീവിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വെക്കരുത്. ഇന്നാളൊരാളിന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളെ അയാളോട് പ്രാർത്ഥിക്കത്തൊന്നും ഇല്ല, പിന്നെ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പം മനസ്സിൻ്റെ അകത്ത് ഒരു ഒരു യേശുവിനെ കുറിച്ച് ഒരു ഇത് വരാൻ വേണ്ടി നമ്മളൊരു ഇത് അവിടെ നല്ല ഒരു ഇതാ സ്തോത്രം, നല്ലതാ, ഇത് വെച്ചോ, നല്ലതാ. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് മുടിയും വളർത്തിയിരിക്കുന്ന യേശുവിനെ വെച്ച് അപമാനിക്കരുത്. പകരം വരയ്ക്കാൻ കഴിവുള്ള ഒരുത്തനെ വിളിച്ച് മുമ്പിലോട്ട് ഇരുത്തിയിട്ട് വെളിപ്പാട് പുസ്തകം അങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് അവനോട് പറയണം, വരച്ചു താടാ യേശുവിനെ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാല പോലെ തീക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. വരയ്ക്കടാ, വരച്ച് വെക്കടാ, വരച്ച് പോയി. പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആന്റണിയെ പോലെ മുടിയും നീട്ടി വളർത്തി. നിനക്ക് നാണമില്ലേ? സ്തോത്രം. യേശു ജീവിക്കുന്നു. മനസ്സിലായോ? ആ യേശു ജീവിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്കൊരു അന്ത്യ കൽപ്പന കൈമാറി. എന്താ കൽപ്പന? പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഈ നാട്ടുകാർ ചിന്തിക്കുക, എന്തിനാ ഇവന്മാർ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്ന? മനുഷ്യന് ചെവിതല കേൾക്കണ്ട, ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണം. തുരുത്തിമൂലക്കാരെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ശല്യം ഉണ്ടാക്കാനോ അല്ല ഞങ്ങൾ ഈ യോഗം നടത്തുന്നത്. മറിച്ച് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ. ഞങ്ങൾക്കത് അനുസരിച്ചേ പറ്റൂ. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. ഇനി കേട്ടോ, ഗൗരവമായ 1-2 ചിന്ത കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ അന്ത്യകൽപ്പന കൈമാറിയ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുവാൻ ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറയുമ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യഗണം തല ഉയർത്തിക്കിനെ നോക്കി നിൽക്കുക. ഉടനെ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 ദൂതന്മാർ ഇറങ്ങി വന്ന് തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം ബൈബിളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് മൈക്കിലൂടെ വായിച്ചു കേൾക്കാം. ഇനി അങ്ങോട്ട് പറയുന്ന വേദഭാഗങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും പരിശോധിച്ചോണം പുസ്തകത്തിലുണ്ടോന്ന്. വായിരച്ച 1:11. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. രാത്രി തുരുത്തുമൂലയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? കാതും കണ്ണും തുറന്ന് കേട്ടോണം. പെന്തിക്കോസുകാർ ഉണ്ടാക്കി പറയുന്നതാണോ അതോ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത വചനത്തിലുള്ളതാണോ എന്ന് കാത് തുറന്ന് കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കിക്കോണം. വായര് താഴോട്ട്. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നിൽക്കട്ടെ, ശിഷ്യന്മാര് ഒലിവുമല വിട്ട് എവിടെ വന്നു? യെരുശലേമിൽ വന്നു. ഇത്രയല്ലേ ഉള്ളൂ.
മതി, സ്വന്തം വ്യാഖ്യാനം ഒന്നും വേണ്ട, വായിച്ചത് അങ്ങ് വായിച്ചു പോട്ടെ. അടുത്തത്, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിൽക്കട്ടെ, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത താമസിച്ചിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. ആരൊക്കെയാ കയറിപ്പോയെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ എണ്ണി എണ്ണി പറയും, കണ്ണു തുറന്ന് നോക്കിക്കോണം പുസ്തകത്തിലുണ്ടോന്ന്. വായിര്. പത്രോസ്. ആരാ പത്രോസ്? ആരാ? ഒന്നാമത്തെ പോപ്പെന്നും ഒന്നാമത്തെ മാർപ്പാപ്പയെന്നും ക്രൈസ്തവ സമൂഹത്തിൽ പലരും വിശ്വസിക്കുന്നയാൾ ആര്? പത്രോസ്. അപ്പൊ മേപ്പോട്ട് കയറിപ്പോയുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗ ഉണ്ടോ? പറ. ഉണ്ടോ? ഉണ്ട്. അടുത്തത്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് എന്ന് പറഞ്ഞാൽ തോമാസ് ലീഗ എന്ന് നമ്മൾ പറയുന്ന ആള്, തോമാസ് ലീഗ. അപ്പൊ അങ്ങോട്ട് കയറിപ്പോയവരിൽ പത്രോസ് ലീഗ ഉണ്ട്, തോമാസ് ലീഗ ഉണ്ട്. ഇനി വായിര്. ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ അതാരാ? യൂദാസ് ലീഗ. പ്രധാനപ്പെട്ട 3 സ്ലീഹമാര്, പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ. മേപ്പോട്ട് കയറിപ്പോയവിടെ ഉണ്ടോ? അതോ ഇനി ഞാൻ ചുമ്മാ പറയുന്നതാണോ? ഉണ്ടോ? ഉണ്ട്, കയറിപ്പോയി. അടുത്തത്, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും നിക്ക് യേശുവിന്റെ അമ്മയായ മറിയോടും ഉണ്ടോ? ബൈബിളിൽ ഉണ്ടോ? അതോ ഈ പെന്തിക്കോസുകാര് ചുമ്മാ പറ്റിച്ച് പറയുവാന്നോ? അല്ല, ഉണ്ട്. മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിക്കട്ടെ, ഇപ്പൊ മേളിലോട്ട് കയറിപ്പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? പറഞ്ഞേ. ഞാൻ ഒന്നുകൂടെ പറയാം, പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കിക്കോ, അതോ ഞങ്ങൾ ചുമ്മാ പറയുന്നതാണോ നോക്കിക്കോ. മേലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരങ്ങളോടുമൊപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. അങ്ങനാന്നോ? വള്ളിയെങ്കിലും ഞാൻ കൂട്ടിയോ? പുള്ളിയെങ്കിലും കുറച്ചോ? ഇല്ല. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കണ്ടേ. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നോടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കേട്ടെ, അവര് മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ, അങ്ങനാണോ? അങ്ങനാന്നോ അമ്മാമ്മേ? പെന്തക്കോസ് കാർ ആന്നോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമ്മേ. പെന്തക്കോസ് നാൾ വന്നപ്പോൾ, അതേത് നാളാ അമ്മാമ്മേ? 50-ാം പെരുന്നാൾ. അതേത്? പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നെന്ന്. പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ആരാന്ന് ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളും യേശുവിന്റെ അമ്മ മറിയയും സഹോദരങ്ങളും. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്തത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? പറഞ്ഞേ. ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാ നമ്മുടെ നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണ് 1-ാമത്തെ പെന്തക്കോസുകാരി മറിയല്ലേ? ഉണ്ടെന്നില്ല. 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ആണോ? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞെന്നല്ലേ? ആണോ? അതോ ഇവരെല്ലാം അന്യഭാഷയിലിരുന്ന് കലപിലപില എന്ന് പറയുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പത്രോസ് ലീഗ അങ്ങ് ഇറങ്ങിപ്പോയെന്നാണോ? ആണോ? അല്ല, എല്ലാവരും അന്യഭാഷ പറഞ്ഞു, മറിയ ഉൾപ്പെടെ. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയും, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. അതിൻ്റെ പരമ്പരയായത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് പുസ്തകത്തിലുള്ള ഒരു വരി എൻ്റെ വക ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല. ഒരു വരി മാറ്റി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ദൂതനായാലും ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മാറ്റിപ്പറിപ്പിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. പുസ്തകത്തിൽ എഴുതിയിരുന്നതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്?
പോപ്പ് മാർപ്പാപ്പ പത്രോസ് എഴുന്നേറ്റ് ആത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. നിൽക്കട്ടെ, എന്തുകൊണ്ടു? നിങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു ഉണ്ടോ? 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 ഇല്ല. പിന്നെ എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം, വേദപുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്തുകൊള്ളും? കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവൻ്റെ വചനം അകത്തോട്ട് കയറിയപ്പോൾ ചങ്കത്ത് കുത്തുകൊണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി ചിലരുടെ ചങ്കത്തൊക്കെ എന്തു കൊള്ളുന്നുണ്ട്? കുത്തുകൊള്ളുന്നുണ്ട്. നാളെ രാവിലെ സാമ്പാർഷ വിളിച്ചിട്ട് പറയാം, സാമ്പാർഷെ എന്നാലും ഞങ്ങളെ ക്ഷണിച്ച് വരുത്തി ചർച്ചിലിരുത്തിയേച്ച് കൊല്ലത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് കൂത്തണ്ടായിരുന്നു എന്ന് പറയരുത്. ഞാനല്ല കുത്തുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തും. പണ്ട് യാക്കോബക്കാരുടെ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം നിങ്ങൾ ഉടനെ പറയും, ചുമ്മാതാ യാക്കോബക്കാരൊന്നും അങ്ങനെ പാസ്റ്റർമാരെ വിളിക്കത്തില്ലെന്ന്. സത്യ, എന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് കൂടെ പറയാം. യാക്കോബക്കാരുടെ കുടുംബ വീട്ടിൽ ഒരാൾ പെന്തിക്കോസിൽ പോയി. അവർക്ക് ഈ കുടുംബയോഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഇങ്ങനെ കറങ്ങി വരും. അങ്ങനെ കറങ്ങി വന്നപ്പോൾ ഈ ഷായിച്ചാൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം ഷായിച്ചാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല, കുടുംബയോഗമല്ലേ, എനിക്കൊരു വിരോധവും ഇല്ല. പള്ളിക്കാരോട് പറഞ്ഞു, അച്ഛൻ നടത്തിക്കോളാം, എൻ്റെ വീട്ടിൽ വെച്ചോളാൻ പറഞ്ഞു. ഒരു സന്തോഷമായി. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, എന്താ? പ്രസംഗിക്കേണ്ട ആളെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടീഷനിലാണ് ഞാൻ അവിടെ ചെന്നത്, അല്ലാതെ എന്നെ എങ്ങാണ് അവർ വിളിക്കുമോ? അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ പറഞ്ഞ പോലെ ദൈവവചനത്തിൻ്റെ പഥ്യവചനങ്ങൾ അവരെ കൊണ്ട് വായിപ്പിച്ചു. അവരുടെ പുസ്തകത്തിൽ അവരെ കൊണ്ട് വായിപ്പിച്ചു. ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടു. യോഗം കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ വന്നിട്ട് എന്നെ 70 വയസ്സെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഓടി വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു പറയാം, എൻ്റെ പൊന്നു മോനെ, ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ഗതികേടുണ്ടായല്ലോടാ കുഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ്റെ കയ്യിൽ ഈ പ്രായത്തോളം ബൈബിളുണ്ട്. പക്ഷേ അതിൽ ഞാൻ വായിപ്പിച്ച പല വേദഭാഗങ്ങളും ഈ പ്രായത്തിനിടയ്ക്ക് അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. മനസ്സിലായോ? അതെങ്ങനെ കാണാനാ? ബൈബിൾ വീട്ടിലുണ്ട്, വായിക്കൂല. അതെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും കിട്ടുന്ന പേപ്പറും തുണ്ടും എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ട് വെക്കുക. എന്നിട്ട് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് വെച്ച് അന്നനത്തിരിയും കത്തിച്ച് പുകച്ച് ബൈബിൾ എടുത്ത് അവിടെ വെച്ചേച്ച് ഞങ്ങളുടെ നാട്ടിലാണ് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. ഓലക്കാല് പിടിച്ചുകൊണ്ട് നടക്കുക അല്ല, അതിനേക്കാൾ അഭിമാനമാണ് ജീവൻ്റെ വചനം. സ്തോത്രം. നീ ഇത് വായിക്കുക. നീ ഒരു പെന്തിക്കോസുകാരനെ വാക്ക് കേൾക്കണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. നീ പുസ്തകം വായില്, അതിൻ്റെ അകത്തുണ്ട് സത്യം. അതുകൊണ്ട് എഴുതി വച്ചിരിക്കുക, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പത്രോസ് എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ആളെ കൂട്ടി പ്രസംഗിച്ചവൻ്റെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ? പിന്നെന്തുവാന്ന് വായിച്ചേ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കണ്ടോ? കുത്തുകൊണ്ടിട്ട് ചോദിക്കുക, ദൈവദാസന്മാരെ, നിങ്ങൾ അവിടെ ആത്മാവിൽ ഓരോന്ന് പ്രസംഗിക്കുമ്പോഴും ഇവിടെ എൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട്, പോപ്പവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആരുടെ കൽപ്പന? നിങ്ങൾ പറ. ഷമീർ കൊല്ലം പറഞ്ഞതോ? ആരുടെ കൽപ്പന? ഒന്നാമത്തെ പോപ്പിന്റെ പത്രോസ്ലീഹയുടെ കൽപ്പന. നിങ്ങൾക്ക് പാപമോചനം വേണോ? ആ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കണോ? അകത്തു കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണോ? ഒരു നാണയത്തൊട്ട് ചെലവില്ല, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇത് തന്നെയല്ലേ ഞങ്ങളും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വരി ഞങ്ങൾ കൂട്ടി പറഞ്ഞോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇത് തന്നെയല്ലേ എഴുതിയേക്കണേ? പത്രോസ് ഒന്നാമത്തെ പോപ്പിന്റെ കൽപ്പന. പാപമോചനം വേണോ? ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിനും.
മറ്റൊരു വഴിയില്ല, സ്നാനപ്പെട്ടേ തീരൂ. എങ്ങനെ സ്നാനപ്പെടണം? മാനസാന്തരപ്പെട്ട്. നാളൊരു സഹോദരി വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ എനിക്കൊരു സംശയം, ഞങ്ങൾ കുഞ്ഞുനാളിലെ സ്നാനപ്പെട്ടതാ, അപ്പം ഇനി സ്നാനപ്പെടണോ? അപ്പം മാനസാന്തരമോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നാണല്ലോ പുസ്തകം കൽപ്പിച്ചേക്കുന്നത്. അപ്പം മാനസാന്തരം കുഞ്ഞിലെ നടക്കുമോ? എന്താ ഈ മാനസാന്തരം? യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർക്കാൻ അങ്ങ് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കണം, മകളാക്കണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ ആ മാനസാന്തരം സംഭവിക്കുന്നത്. പാപിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് മാനസാന്തരം. ആ തിരിച്ചറിവ് ഏറ്റുപറയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു കുഞ്ഞിന് പാപിയാണെന്നുള്ള തിരിച്ചറിവ് പറ്റുമോ? നിങ്ങൾ പറ. മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞു പാവേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞങ്ങനല്ലേ കിടക്കുള്ളോ? ആണോ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനപ്പെടുത്താം, കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്നതിന് എതിരില്ല, പക്ഷെ കുഞ്ഞ് പറയണം. ചില ആളുകൾ പറയും, പാസ്റ്ററെ ശിശു സ്നാനം ഇല്ലല്ലോ. ഇല്ല. മുതിർന്ന സ്നാനമാണോ? അല്ല. ശിശു സ്നാനമാണോ ശരി? അല്ല. പിന്നെ മുതിർന്ന സ്നാനമാണോ ശരി? അല്ലെന്ന്. പിന്നെ വിശ്വാസ സ്നാനം. ഒരുത്തൻ കാള പോലെ മുതിർന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ മുക്കിയിട്ട് കാര്യമുണ്ടോ? വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരം സംഭവിക്കണം. മാനസാന്തരം ഒന്ന് എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിന് മാനസാന്തരം സംഭവിക്കില്ല. അപ്പോൾ ഇന്നാൾ വേറൊരു ആൻറ്റി പറഞ്ഞു, പാസ്റ്ററെ കുഞ്ഞിനും ഏറ്റു പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതിനുവേണ്ടി പകരത്തിന് ഏറ്റു പറയാൻ ഞങ്ങൾ വേറൊരാളെ, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അങ്ങനെ പറഞ്ഞു. ഉണ്ടോ? ഉണ്ടായിരിക്കും. വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ പള്ളിയിൽ? പറ, വേഗം പറ. പോയിട്ടുണ്ടോ എൻഗേജ്മെൻറ്റിന്? ഉണ്ട്. അപ്പോൾ ഈ പള്ളിയിലെ അച്ഛന്മാർ ഇങ്ങനെ ചോദിക്കാറുണ്ടോ, സൂസമ്മേ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാകുന്നുവോ? ചോദിക്കാറുണ്ടോ? അത് ഞാൻ ഇല്ലാത്ത പറഞ്ഞ നാട്ടുകാരെന്നെ പറയും, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പിറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? പറ, നടത്തുവോ ഇല്ലയോ എന്ന് പറ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളിയല്ല ഞാൻ. എനിക്ക് ഒത്തിരി അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ ചോദിച്ച് ഉറപ്പ് വരുത്തിയാച്ചാ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ വെക്കേഷൻ എൻ്റെ പിള്ളേരുമായിട്ട് വാഗമണ്ണിൽ പോയി, പൈൻ വാലിയിൽ പിള്ളേരകത്തോട്ട് പോയി, ഞാൻ അവിടെ കുത്തി ഇരിക്കുക. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് തോളെ തട്ടിയേച്ച് ചോദിച്ചു, ഷമീർ കൊല്ലമാണോ? ഞാൻ പറഞ്ഞു അതെ. യൂട്യൂബിൽ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, വലിയ സന്തോഷമാ. ഞാൻ സന്തോഷം. ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടാ? ഞാൻ കോട്ടയം ഭാഗത്താ. അച്ഛനെ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞാൻ കത്തോലിക്ക പള്ളിയിൽ അച്ഛനാന്ന്. ഞാൻ പറഞ്ഞു, അച്ഛന്മാരൊക്കെ എൻ്റെ പ്രസംഗം നല്ല സന്ദേശമല്ലേ, ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. നല്ല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ചോദിച്ചേ, ഈ പെണ്ണിൻ്റെ അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞാൽ നടത്തുമോ? അച്ഛന്മാർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവർ വീണ്ടും ചോദിക്കും, സൂസമ്മേ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? പിന്നെ പെണ്ണിനെ പ്രസവിച്ച അമ്മ അവിടെ സമ്മതമാച്ചോ? അവളല്ലേ കെട്ടണമെന്ന് പറഞ്ഞു തന്നെ. അങ്ങോട്ട് നടത്തുവോ? പറ, അങ്ങോട്ട് നടത്തുവോ? ഇല്ല. പിന്നെ ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം, എനിക്ക് സമ്മതമാണ്. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ, ആ എൻഗേജ്മെന്റിലേക്ക് പ്രവേശിക്കാൻ
പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല അമ്മാമേ. സ്വന്തം നാവ് കൊണ്ട് ഏറ്റു പറയണം, ഈ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു, വേറെ വഴിയില്ല. അപ്പോഴാണ് ഇന്നാൾ വേറൊരുത്തം വന്നിട്ട് ചോദിക്കുക, പാസ്റ്ററെ അങ്ങനാണ് എനിക്കൊരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പറുദീസയിലിരുത്താന്ന് പറഞ്ഞില്ലേ? ഓരോ ഇടങ്ങേറ് വരുന്ന വഴി നോക്കണം. ഞാൻ പറഞ്ഞു, സോറി ചേട്ടാ, കള്ളനാന്ന് അറിഞ്ഞില്ല, സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞു. കള്ളനും കള്ളിയും ഒന്നും അല്ല പാസ്റ്ററെ, അതല്ലല്ലോ ഉത്തരം, അതല്ല ഉത്തരം. പിന്നെന്താ ചോദ്യം? യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിൻ കീഴെയാണോ മരിച്ചത്, അതോ കൃപായുഗത്തിലാണോ മരിച്ചത്? ഒന്ന് പറഞ്ഞേ. അപ്പൊ അതിപ്പോ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാ? മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ എവിടെയാ? ന്യായപ്രമാണത്തിൻ കീഴെയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരെയുള്ള നാം എല്ലാവരും കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇനി പറ, ഇതിലേതിലാ കള്ളം മരിച്ചേ? ന്യായപ്രമാണത്തിൻ കീഴെ. ന്യായപ്രമാണത്തിൻ കീഴെ ജീവിക്കുന്നവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവനെന്നല്ലേ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശിൽ വെച്ചുണ്ടായി. അതുകൊണ്ട് പറുദീസയിൽ ഇരുത്താമെന്ന് കർത്താവ് പറഞ്ഞു. എന്താ പ്രശ്നം? എന്നാൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും പത്രോസ്ലീഹ പറഞ്ഞതായി ഇപ്പോൾ വായിച്ചത്, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാൻ. അപ്പോഴാ നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ടിരുന്ന് അവൻ പറുദീസയിലും പോകും, നീ നരകത്തിലും പോകും. മനസ്സിലായോ വല്ലോ? വേണ്ട. ഇനി ഈ ക്രൂശിക്കപ്പെട്ട കള്ളൻ നല്ല ഒന്നാം തരം സ്നാനമേറ്റെന്ന് ഞാൻ തെളിയിച്ചാലോ? ആത്മീയ സ്നാനം തെളിയിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 3 വായിക്ക്. സ്നാനം എന്തിനാന്ന് വായിര്. റോമാലേഖനം 6:3 ഒന്ന് വായിച്ചാട്ടോ. സ്നാനം എന്തിനാന്ന് ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ശ്രദ്ധിച്ചേ, നമ്മൾ എവിടെ ചേരാനാ സ്നാനമേറ്റേ? വാ തുറന്ന് പറ. യോ, നീ പെന്തിക്കോസി ചേർന്നോടി. പെന്തിക്കോസി ചേരാനല്ല സ്നാനം, പിന്നെന്തിനാ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എന്തിനാ സ്നാനം? എന്തിനാ സ്നാനം? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. അങ്ങനാണെങ്കിൽ യേശുവിന്റെ മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യം ആർക്കാ ലഭിച്ചേ? നല്ല ഒന്നാം തരം സ്നാനം. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം മറ്റേ കള്ളനോന്ന്? അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാനല്ലേ വചനം. ഒരുത്തനിൽ മാത്രം എന്ത് നടന്നു? മാനസാന്തരം നടന്നു. ഈ ആത്മീയ അർത്ഥത്തിൽ സ്നാനവും നടന്നു. അവൻ പറുദീസയിലും പോയി, നീ അവിടെ ഇരി. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പത്രോസ്ലീഹ പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വേദന തോന്നാം, മുറിവ് തോന്നാം. വർഷങ്ങളായി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം തെറ്റാന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാകാം. പക്ഷെ വേദപുസ്തകമാണ് ശരി. ആ സത്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുഞ്ഞു പ്രായം മുതൽ പഠിച്ചു വന്ന ഖുർആനും അതിൻ്റെ വിശ്വാസങ്ങളും ഒരു സമയത്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വരാമായിരുന്നു. പക്ഷേ പുസ്തകം പരിശോധിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ നിത്യതയിലെത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2:38 മുതലാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്ക് വായിച്ച ദൈവാസനെ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം.
3000-ഓളം പേര് രംഗത്ത് വന്ന് പറയുക, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ, ദൈവസഭയുടെ തുടക്കം അവിടെ. ആരും പിടിച്ചു വലിച്ചില്ല, ആരും നിർബന്ധിച്ചില്ല, ആരെയും കെട്ടിവലിച്ചുകൊണ്ട് വന്നില്ല, ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയില്ല. കുത്തുകൊള്ളുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം അങ്ങോട്ട് ചെന്നപ്പോൾ കുത്തുകൊണ്ടവരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനമേൽക്കണം. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ച പേരാ എന്തുവാ? സഭ. അപ്പൊ ദൈവത്തിന്റെ സഭ ഏതാ? മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരചവിട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ പ്രിയപ്പെട്ടവരെ സഭ. അതിൻ്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, സുരേഷുണ്ട്, നസീറുണ്ട്, നാരായണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, തോമസ് ഉണ്ട്, മമ്മദ് കുട്ടിയുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു വലിയ പുരുഷാരം കുഞ്ഞാട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടെന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടില്ലേ വെളിപ്പാടിൽ? ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം എവിടെ എത്തിയിട്ടുണ്ട്? നിത്യതയിൽ എത്തും. സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കും, എത്തും. അങ്ങനെയാണ് നിങ്ങൾ പറ, ഈ പറഞ്ഞ സകല ജാതികളുള്ള ഒരു കൂട്ടം എവിടെയാ ഉള്ളത്? നിങ്ങൾ പറ. ഷമീറും സിയാദും സുരേഷും നസീറും തോമസും നാരായണനും കൃഷ്ണനും മാധവനും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവസഭയാണ്. വേറെ എവിടെ ഉണ്ട് നിങ്ങൾ പറ? ഇവിടുത്തെ ഏതെങ്കിലും ഔദ്യോഗിക പള്ളികളിൽ ഈ മിശ്രിതങ്ങളുണ്ടോ? ഇല്ല. അവർക്ക് സുവിശേഷം പറയുകയും വേണ്ട, മറ്റുള്ളവരാരും ഇങ്ങോട്ട് വരികയും വേണ്ട, ഉപദ്രവം ഏൽക്കരുത്, ഞങ്ങൾ സൈഡിൽ കൂടെ ജീവിച്ചു പോട്ടെ എന്ന് പറയും. ഈ പറയുന്ന എല്ലാ കൂട്ടവും ഉള്ളൊരു കൂട്ടം ഇതേ ഉള്ളൂ. ഈ കൂട്ടം അവിടെ എത്തുമെന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ദൈവസഭ. അപ്പോൾ ഒരൊറ്റ ചിന്തയും കൂടെ പറഞ്ഞ് ഒരുമിച്ച് ആരാധിക്കാം. ചില ആളുകളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഓ നിങ്ങളിപ്പോൾ പറയുന്ന പോലെ കൊട്ടിപ്പാടി കലവില പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേലും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട പരിപാടിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആത്മാവിനെ കയറ്റിവിടാൻ ഇവിടെ വേറെ ആൾ ഉണ്ട്. ഒരു സന്തോഷം. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ ആത്മാവിന് മോക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്നൂടെ പുസ്തകത്തെ നിന്ന് ഒന്ന് വായിച്ചിട്ട്, പ്രസംഗിക്കുന്നില്ല, ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. വായിച്ചാട്ടെ. ലൂക്കോസ് 16:19. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, പുള്ളി വായിക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഒരു കഥയാ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഡെയിലി അടിച്ചു പൊളിച്ച് ആഡംബരത്തോടെ സുഖജീവിതമൊക്കെ നയിച്ചുകൊണ്ട് ജീവിച്ച ഒരടിപൊളി മനുഷ്യൻ. ഓക്കെ, അടുത്തത്. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ, പട്ടുമില്ല, ധൂമ്ര വസ്ത്രവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്തുവാ? വ്രണം നിറഞ്ഞവനായി, ഏകം മൊത്തം പഴുത്ത് വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. പണ്ടത്തെ വീടുകളിൽ പടിപ്പുര എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പടിപ്പുര അതെന്തിനാ? അടുത്ത വാക്ക്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടുകളിൽ പടിപ്പുര കെട്ടിവെക്കുന്നത് എന്തിനെന്നറിയാമോ? രാത്രി വീട്ടിലുള്ളവർ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആഹാരവുമായി അവർ ഈ പടിപ്പുരയ്ക്കൽ വന്നിട്ട് ചോദിക്കും, അത്താഴ ഭക്ഷണിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കും. കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന അനുഭവത്തെയാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ദരിദ്രൻ ധനവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചു ജീവിച്ച മനുഷ്യൻ. അടുത്തത്. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. കണ്ടോ, ഈ ധനവാൻ ഒരു പനി വന്നാൽ കിംസിന്നും നിംസിന്നും വരും ഡോക്ടർമാർ. ഈ പാവപ്പെട്ടവനെ ചികിത്സിക്കാനോ ഡെയിലി 2 ഡോക്ടർമാർ. ആരാ? ഡോക്ടർ കൈസർ MBBS, ഡോക്ടർ ടിപ്പു MD, ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും നക്കി തുടയ്ക്കുന്ന അവരാ. അങ്ങനെ 2 നായ്ക്കൾ. അടുത്ത വാക്ക്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ഒരു കാര്യം തുരുത്തുമൂലയോട് പറയാം. ധനവാനായാലും ദരിദ്രനായാലും ഒരു കാര്യം ഗ്യാരണ്ടി, മരണം ഒരു നാൾ നിന്റെ ഭവനത്തിലും കടന്നു വരും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ
ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നിൽക്കട്ടെ, ഒരാൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, വേഗം പറ, വേഗം പറ. വെച്ചോണ്ടിരിക്കുവോ? എന്ത് ചെയ്യും മക്കളെ? അടക്കം ചെയ്യും. ഈ ദരിദ്രം മരിച്ചപ്പോൾ അടക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല മാമേ. അതെന്നെ എഴുതാഞ്ഞേ? പട്ടി നോക്കി വഴി കിടക്കുന്നവനെ ആരടക്കാനാ? അല്ല, അടക്കമൊന്നും കിട്ടിയില്ല. ഇന്നും ചിലർ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത് എന്തുവാ? ശവക്കോട്ടയുണ്ടോ, വിത്തേരി ഉണ്ടോ? കൊല്ലാൻ വിളിക്കുന്ന പോലെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സംശയം ഉണ്ടോ ചത്തു നോക്കാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഒരു സത്യം മനസ്സിലാക്കണം. എവിടെ അടക്കുമെന്നുള്ളതല്ല വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാ വിഷയം. കേട്ടോ? തെളിവ്. ആ ദരിദ്രം മരിച്ചു, അടക്കിയെന്ന് പുസ്തകത്തിൽ ഇല്ല. പക്ഷെ എങ്ങോട്ട് പോയി? ദൂതന്മാർ ഇറങ്ങി വന്ന് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറുദീസയിലേക്ക് ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോയി. അടുത്ത വാക്ക്, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചേ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. കാശുള്ളവൻ മരിച്ചപ്പോ എന്ത് കിട്ടി? പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ട് എഴുതി വെച്ച്. കാശുള്ളവൻ മരിച്ചപ്പോൾ നല്ല അടക്കം കിട്ടി. ഈട്ടിത്തടിയുടെ ശവപ്പെട്ടി റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോയി. MLA MP ഒക്കെ വന്നു, നല്ല ബിരിയാണിയൊക്കെ വെച്ച് വിളമ്പി കൊടുത്തു. മനസ്സിലായോ? കുടുംബകല്ലറെ കൊണ്ട് അടക്കി. പക്ഷെ വല്യപ്പൻ എങ്ങോട്ട് പോയി? വായിച്ചേ. അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ വല്യപ്പൻ പാതാളത്തിൽ, നല്ല അടക്കം കിട്ടിയവൻ എവിടെ പോയി? പാതാളത്തിൽ യാതന. പട്ടി നക്കി കിടന്നവൻ എവിടെ പോയി? പറുദീസയിൽ പോയി. ഓർത്തോണം, എവിടെ അടക്കുമെന്നുള്ളതല്ല മാമേ വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാ. ചിലരിങ്ങനെ എൻ്റെ കുടുംബകല്ലറ. പിന്നെ നീ എങ്ങോട്ട് പോകുമെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. പാതാളത്ത് യാതന അനുഭവിക്കാൻ പോയി. അടുത്തത്, മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. കുഴി കിടന്നോണ്ട്, യാതനാ സ്ഥലത്ത് കിടന്നോണ്ട് വിളിക്കുക, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം, ലാസറിന്റെ വിരലിന്റെ അറ്റം അവിടെ കാണും വെള്ളം ഇരിപ്പുണ്ട്. അതിനകത്തോട്ടൊന്ന് മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ട, എന്റെ നാക്കിന് തണുപ്പ് കിട്ടാൻ അവനെ അയക്കണമേ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുപ്പുണ്ടെങ്കിലും സാരമില്ലെന്ന്. അവന്റെ വിരൽ മുക്കിയാൽ മതിയെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അമ്മാതിരി പൊള്ളലാ, തീച്ചൂടാ. അടുത്ത വാക്ക്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇമാജിൻ ചെയ്ത് നോക്ക് കുഞ്ഞേ. ഞങ്ങൾ ഈ തൊണ്ട കീറി ചങ്ക് പൊട്ടി ആളുകളുടെ പരിഹാസവും നിന്നയും മർദ്ദനവും ചീത്തവിളിയൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തിനാ? രാവിലെ പാല് കാച്ചാൻ ആ ഗ്യാസിലോട്ട് വെക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ അകത്ത് ഈ കുഞ്ഞു വിരലൊന്ന് പൊള്ളിയാൽ സഹിക്കാത്ത നീ ഈ ജ്വാലയിൽ പോയി വീഴാതിരിപ്പാൻ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്ക്, അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും, മോനെ നിന്റെ ആയുസ്സിൽ നീ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചില്ലയോ? അന്ന് നീ നന്മ പ്രാപിച്ചു, ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഈ പാവപ്പെട്ടവൻ എന്തെല്ലാം കഷ്ടം അനുഭവിച്ചെന്ന് നീ ഒന്ന് ഓർക്കാൻ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്ക്, അത്രയുമല്ല. ഇത് കേട്ടിട്ട് പുസ്തകം അടച്ചോ. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ദൈവം വലിയൊരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആരാ? ഞങ്ങളും നിങ്ങളും. പാതാളത്തിനും പറുദീസയ്ക്കും മധ്യേ ഒരു വലിയ പിളർപ്പ് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് നീ കേട്ടെ? ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മതി, പുസ്തകം അടച്ചു. മരിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒരു കയറ്റിയിറക്കില്ല. പക്ഷെ നിന്നെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ വേണ്ടപ്പെട്ടവർ വന്ന് ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൈക്കൊള്ളണമെന്ന് പറഞ്ഞാൽ കയറ്റി വിടുമെന്ന്. മരിച്ചു കഴിഞ്ഞ് നടക്കത്തില്ല. മനസ്സിലായോ? ഹലോ, നിങ്ങളെ വീട്ടിൽ വാഴയുണ്ടല്ലോ, വാഴയ്ക്ക് കൊല വിളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വെട്ടിക്കൊണ്ടുവന്ന് അടുപ്പിൻ്റെ പുറത്ത് വെക്കുമ്പോൾ ആരെങ്കിലും പറയോ ഇതിന് തീരെ വലിപ്പം പോരാ, യൂറിയ തളിക്കാഞ്ഞ് എന്താന്ന്, എന്നാലല്ലേ വലിപ്പം കിട്ടൂ. സാരമില്ല, കൊലയല്ലേ വെട്ടിയുള്ളൂ, പിണ്ടി പറമ്പിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി പിണ്ടിയുടെ വാഴത്തടയുടെ തടവൊക്കെ വൃത്തിയാക്കി വെച്ച് അവിടെ നിന്നുകൊണ്ട് അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്കും പറമ്പിൽ നിൽക്കുന്ന പിണ്ടിക്കും വേണ്ടി ഞാനിതാ യൂറിയ തളിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്ക് വണ്ണം വെക്കുമോ? പറ. വല്ലതും ചെയ്യുന്നെങ്കിൽ എപ്പോൾ ചെയ്യണമായിരുന്നു? കൊല വാഴ
നിൽക്കുമ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പം വേർപെട്ട് പോയി. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഇത് വെറും വാഴപ്പിണ്ടി, മനുഷ്യനെടുത്ത് കുഴിച്ചിടുന്ന കത്തിച്ച് കളയുന്ന വെറും വാഴപ്പിണ്ടി. ഈ പിണ്ടിക്കിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന പൊട്ടത്തരം വിട്ടേച്ച് ഇന്ന് രാത്രി തിരുവചനം പറയുക, മരിച്ചിട്ടല്ല ജീവിച്ചിരുന്ന എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഒരുമിച്ച് എഴുന്നേൽക്കാം. തിരുവെഴുത്ത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി, മരണശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഒരു കയറ്റിയിറക്കൽ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി തുരുത്തുമൂലയോട് പറയട്ടെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിക്കാം. ശരിയാ, ചില മേഖലകളിൽ നിങ്ങളുടെ ഹൃദയം നൊന്നിട്ടുണ്ടാകാം, ചില നേരങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം സത്യസന്ധമായി പറയാം, എൻ്റെ ദൈവം സാക്ഷിയായി പറയാം, ഈ പ്രസംഗിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ശബ്ദം കേട്ട ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകരുത്. ഈ ശബ്ദം കേട്ട ഒരു മനുഷ്യൻ പോലും ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാമോ, കർത്താവേ, ഈ വചനത്തിൻ്റെ പൊരുളുകളെ എനിക്ക് തിരിച്ചു തന്നതിനായി ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങൻ്റെ ആയുസ്സിനെ 1 മണിക്കൂർ നീട്ടി തന്നാൽ, നാളത്തെ ഒരു ദിവസം എൻ്റെ ആയുസ്സിനെ അങ്ങ് നീട്ടി തന്നാൽ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കും. ആധാറിൽ പേര് വരുത്താൻ കാണിച്ച താല്പര്യം, ഇലക്ഷൻ കാർഡിൽ പേര് വരുത്താൻ കാണിച്ച താല്പര്യം, പാൻ കാർഡിൽ പേര് വരുത്താൻ കാണിച്ച താല്പര്യം, പാസ്പോർട്ടിൽ പേര് വരുത്താൻ കാണിച്ച താല്പര്യം, ഈ ലോകത്തിലെ സകല പേപ്പറുകളിലും പേര് വരുത്താൻ വെയിലും മഴയും കൊണ്ട് ഓടിയ നീ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേര് വരുത്താൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കർത്താവേ എൻ്റെ ആയുസ്സിനെ നീട്ടിത്തന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണെന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പി നിൽക്കുന്ന നിപ്പി കിടക്കുന്ന കടപ്പാടത്തിൽ ഏതൊരു മനുഷ്യൻ ഏറ്റു പറയുന്നുവോ, ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ സ്വർഗീയ ദൂതന്മാർ തയ്യാറായി നിൽക്കുകയാണ്. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് പറയാമോ, കർത്താവേ, എൻ്റെ അറിവില്ലായ്മകളെ എന്നോട് പൊറുക്കണം, പാപിയാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് രക്ഷ ആവശ്യമാണ്. ഇന്ന് രാത്രി ഏറ്റു പറയാമോ? അങ്ങനെ ഏറ്റുപറയുന്നെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പ് തരാം, രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ഒരു നിത്യ ഭവനമൊരുക്കി എൻ്റെ യേശു നമ്മെ ചേർക്കാൻ വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്.